നമ്മൾ ഇന്ന് പോകുന്നത് മാക്സിലോട്ടാണ്. എന്തിനാണ്? അനുശ്രീക്ക് സർപ്രൈസ് ആയിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ. അതെ, ഇന്ന് അനുശ്രീൻ്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മളെല്ലാവരുടെയും ബർത്ത്ഡേക്ക് ഇങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കും, പിന്നെ ഒരു ചെറിയ കേക്ക് കട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വിചാരം സർപ്രൈസ് ആണ്, പക്ഷെ ഓൾറെഡി അനുശ്രീക്ക് അറിയുന്നുണ്ട്. അതെ, അവൾക്ക് അറിയാം. സ്വാഭാവികം. അപ്പം നമുക്ക് കടയിലെത്തിയിട്ട് കാണാം. ബൈ. നമ്മളങ്ങനെ മാക്സിലേക്ക് എത്തി. സഞ്ചിയൊക്കെ വാങ്ങിച്ചു. നമ്മളങ്ങനെ മാക്സിലാണ് നിൽക്കുന്നത്. മാക്സിന്ന് അനുശ്രീയുടെ സൈസ്, അവൾ സാധാരണ കുട്ടികളുടെ സെക്ഷനിൽ നിന്നാണ് ഡ്രസ്സ് എടുക്കുക, കാരണം അത്രയ്ക്കും വലുതാണ് അവൾ. അതുകൊണ്ടിട്ട് നമുക്ക് നോക്കാം. നമ്മളങ്ങനെ കുട്ടികളുടെ സെക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നോക്കൂ, ഇവിടുന്ന് വേണം അവൾക്ക് എന്തെങ്കിലും എടുക്കാനായിട്ട്, കാരണം നമ്മുടെ ഒന്നും സാധാരണ സൈസുകളൊന്നും നമുക്ക് പറ്റത്തില്ല. ഹോപ്പ്ഫുള്ളി ഇവിടെ നമുക്ക് കിട്ടുന്നു പ്രതീക്ഷിക്കാം. അതെ, നമ്മളങ്ങനെ അനുസരിക്കുള്ള സാധനമൊക്കെ വാങ്ങിയിട്ട് മാക്സിന്ന് ഇറങ്ങുവാണ്. ഇനി നമുക്ക് റൂമിലുള്ളവരോട് നമ്മൾ FB കേക്സിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി അങ്ങോട്ട് നടന്നു പോകാം. നമുക്കൊരു കേക്ക് കട്ടിങ് കൂടി ഉണ്ട്. അതോടെ ഇന്നത്തെ പരിപാടി നമ്മൾ അവസാനിപ്പിക്കുന്നതാണ്. നമ്മളങ്ങനെ അനുശ്രീയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് കേക്ക് വാങ്ങി. കേക്ക് ഓർഡർ ചെയ്തിട്ട് ഇവിടെ ഇരിക്കുവാണ്. നമ്മളെ വെയിറ്റ് ചെയ്തിട്ടാണ് റൂമിൽ നിന്ന് നമ്മളെ വേറൊരു ഫ്രണ്ട് അവളെ കൂട്ടിയിട്ട് വരുന്നത്. ജനനായകൻ അല്ലേ എന്നാ കാണാൻ പോകുന്നത്? ജനനായകൻ എന്ന് പറയില്ലേ? ജനനായകൻ വിജയുടെ അവസാന പടം എന്തെങ്കിലും ഉഷാറാക്കി നോക്കാം. എന്തായാലും നമുക്ക് സാറ്റർഡേയോ സൺഡേയോ പോകാം. നമ്മളിങ്ങനെ അവരെ വെയിറ്റ് ചെയ്ത് വരുന്നുണ്ട്. സ്വാതി വിളിക്കുന്നുണ്ട്. അവിടെത്തും, അവർ വരും. ഹലോ, ഇനി വരുമ്പോഴത്തേക്ക് കാണാവേ. അനുസരിച്ച് അറിയാം. ഇതാണ് ഞങ്ങളുടെ ബർത്ത്ഡേക്കുള്ള അനുശ്രീ. ഞങ്ങളുടെ അനുശ്രീ കുട്ടി ഞങ്ങളുടെ ബർത്ത്ഡേ ഗേളാണ്. സന്തോഷം കൊണ്ടിട്ട് കരയണം. സന്തോഷം കൊണ്ടിട്ട് അനുശ്രീ ഇപ്പൊ കരയണം. എനിക്ക് എല്ലാ ഫെബ്രുവരി കഴിവ് നമ്മുടെ കേക്കുമായിട്ട് സ്വാതി വരുവാണ്. അനുശ്രീക്ക് അറിയില്ല കേക്ക് വന്ന് അങ്ങനെ നമ്മുടെ 29ാമത്തെ വയസ്സിൽ നിന്ന് 30-ലോട്ട് ഇറങ്ങുന്ന അനുശ്രീയുടെ ജന്മദിനമാണ്. അങ്ങനെ കേക്ക് കൂടി കട്ട് ചെയ്ത് നമ്മൾ ഈ 29ന്റെ 2ന്റെ 2Kയുടെ ഇത് അവസാനിപ്പിച്ച് 3K. അവിടെ ഫെബിയുടെ വായിലോട്ട് ആദ്യം വെച്ചത്. ഇന്ന് നിന്നെ എന്റെ കൂടെ കിടത്തത്തില്ല കേട്ടല്ലോ. പക്ഷെ അമൃതയൊക്കെ തന്നെയായിരുന്നു. അമൃത സ്വന്തമായിട്ട് വായിലോട്ട് വെച്ചത്. പൊടി പൊടി
നല്ല കേക്കാം. അങ്ങനെ ഞാൻ എന്റെ വീട് എടുത്തു. എല്ലാവർക്കും നാലായിട്ട് പിടിച്ച് വീട്ടിക്കോ. അങ്ങനെ നമ്മള് നമ്മുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് അനുസരിച്ച് കൊടുത്തു. തുറന്നു നോക്കും. കേൾക്കാൻ പറ്റല്ലേ? നാളെ ഇട്ടോണ്ട് പോണം കേട്ടോ. ബോക്സിലാണ് പിന്നെ ഒരു പെർഫ്യൂമും കാണിച്ചു. നിനക്ക് എന്തൊക്കെ അറിയണോ? കേക്ക് എങ്ങനെ സ്വാതി? സന്തോഷമായിരുന്നു കേട്ടോ. വളരെയധികം. താങ്ക് യു സോ മച്ച്. അത് തന്നെ. കഴിഞ്ഞ വട്ടം അമൃത കരഞ്ഞു കൂവി നിലവിളിച്ചു ഞങ്ങളുടെ സർപ്രൈസ് കണ്ടിട്ട്. കരച്ചിൽ വരുന്നില്ല. അങ്ങനെ ഇന്നത്തെ നമ്മുടെ കലാപരിപാടി ഇവിടെ കൊണ്ടിട്ട് അവസാനിക്കുകയാണ്. അങ്ങനെ നമ്മള് കേക്കെല്ലാം കട്ട് ചെയ്തു. അത് അനുസരിയുടെ വക ചെലവ്. ചപ്പാത്തിയും ഗ്രീൻ ബീൻസ് കറിയാണ് ഇന്ന് നമുക്ക്. അപ്പൊ അതുകൂടി കഴിച്ച് ഇന്നത്തെ ഡേ നമ്മൾ അവസാനിപ്പിക്കുന്നതായിരിക്കും. ഗൈസ് നമ്മൾ അങ്ങനെ ചേട്ടന്റെ കടയിലേക്ക് വന്നിരിക്കുകയാണ് ഫുഡ് കഴിക്കും. നമ്മൾ നമ്മുടെ വ്ലോഗ് അങ്ങനെ അവസാനിപ്പിച്ചിട്ടില്ല. നമ്മൾ ചേട്ടന്റെ കടയിൽ ഫുഡ് അടിക്കാനായിട്ട് വന്നേക്കുവാണ്. അതെ നല്ല ചൂട് പൊറോട്ടയും ബീഫും കഴിക്കാം. വാടി ഇവിടെ നീ അധികം പറ്റാ. അങ്ങനെ ചൂട് പൊറോട്ടയും ബീഫും കഴിക്കാൻ നമ്മൾ വന്നേക്കുവാണ് ഇവിടെ. ബൈ ഗൈസ്. ഇവിടെ ഇല്ലേ മഴയില്ലാത്തത് കൊണ്ടിട്ട് ഇവരിങ്ങനെ മിസ്റ്റ് പെയ്യുവാണ്. നമ്മളങ്ങനെ ചേട്ടന്റെ കടയിൽ ഫുഡ് അടിക്കുമ്പോഴേക്കും നമുക്ക് റൂമിനനുസരിച്ച് ചപ്പാത്തിയും ഗ്രീൻ ബീൻസ് കറി ഉണ്ടാക്കാന്നാണ് പറഞ്ഞത്. അത് ക്യാൻസൽ. നമ്മൾ പൊറോട്ടയും ബീഫും കഴിക്കാൻ ഇവിടെ വന്നേക്കുവാണ്. നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. ബൈ ബൈ പറ.